അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഡിസ്മാൻഡിലാണ്, സർവൈവൽ ഗെയിം ആയത്. പിന്നെ ഇതിനകത്ത് മറ്റേ ഒരു സോംബി സ്ഥലത്ത് ഇങ്ങനെ പെട്ടിട്ടൊക്കെ ഉള്ള സംഭവങ്ങളാണ്. ഇപ്പം ഇതിനകത്ത് പറയുന്നതൊക്കെ കേൾക്കാം. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ഞാൻ മിണ്ടായിരിക്കാം. ഒന്നും പറയുന്നില്ലേ? ശരിയാ അതെ അതെ. underground shelter was filled with food and supplies. But that was years ago. എത്ര വർഷമായിട്ട് ഇതിനകത്ത് കിടക്കുന്നു? എനിക്കൊന്ന് ബങ്കറിനകത്ത് കണ്ട് താമസിക്കുമല്ലോ. ക്യാൻ സ്റ്റേ ഹിയർ. അത് തന്നെ. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആവണം. അതാണ് മെയിൻ സംഭവം. സോംബീസൊക്കെ കാണും. റിച്ചർഡ് ഐലൻഡ്. ഓക്കെ, നമുക്ക് ഐലൻഡാണ് എസ്കേപ്പ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചിട് സബർബ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡേ 1 മോർണിംഗ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ഇങ്ങനെ മണ്ടേന്ന് ഇതായിട്ടിരിക്കുന്നു. ഹൂസ് ക്യാമ്പ് ഇസ് ദിസ്? ലൈറ്റ് ദ ഫയർ. വെൽ ഇറ്റ്സ് മൈൻ നൗ. അതങ്ങനെ എഴുതി കാണിക്കുന്ന ഒരു സുഖമില്ലല്ലേ. ക്യാമ്പ് ഡിസ്കവർ ആൻഡ് ആയിട്ട് ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയർസ് ഒക്കെ ചെക്ക് പോയിൻ്റ് കണക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തടി ഇങ്ങനെ പൊട്ടിച്ച് മുന്നേറുവാണ്. അപ്പോൾ അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. ക്രോബാർ ത്രൂ ഒബ്സ്റ്റക്കിൾസ്. ആ ക്രോബാർ അപ്ഗ്രേഡ് ചെയ്യാനാണ് തോന്നുന്നു. അക്സെപ്റ്റ്. ഇത് പൊട്ടിച്ച ആ സാധനങ്ങൾ കിട്ടുമെന്ന്. ഫൈൻഡ് 5x സ്ക്രാപ്പ് വുഡ്, ഫൈൻഡ് 2x സ്ക്രാപ്പ് മെറ്റൽ. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് സ്ക്രാപ്പ് വുഡ് ഈ തടിയൊക്കെ പൊട്ടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. മെറ്റൽ എനിക്കൊന്ന് ഇത് പൊട്ടിക്കുമ്പോൾ കിട്ടുമായിരിക്കും. മെറ്റലും കിട്ടി. ഓക്കെ, ഫൈനലി അപ്പോൾ നമുക്ക് അടുത്ത മെറ്റലും കിട്ടി. ഞാൻ ഇത് അത്ര നേരം കൊണ്ടിടന്ന് നോക്കുമെന്നറിയോ. നമ്മൾ വന്നെടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ള സാധനങ്ങളൊക്കെ ആയി. 2xും 5xും രണ്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്തില്ലായിരുന്നു ഇതൊന്നും പൊട്ടിച്ച് മുന്നേറാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് പുറത്തോട്ടിറങ്ങാം. കട്ട് സീനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. എനിക്കറിയത്തില്ലായിരുന്നു ഇതിനകത്ത് അതൊക്കെ ഉണ്ടെന്ന്. എക്സ് ഹ്യൂമൻ സ്ക്രേപ്പർ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ ഒരു മനുഷ്യനാണ്. പണ്ട് പുള്ളിക്കാരൻ എന്തായിരിക്കും എന്തോ. വാട്ട് ഈസ് ദാറ്റ് തിങ്? അവനാണ് പണ്ടത്തെ ഒരു മനുഷ്യൻ, അതായത് സോംബി. നമുക്ക് ആദ്യം സ്ട്രൈക്ക് എ പവർ അറ്റാക്ക്. ഓ, ഇന്ന് വാടാ പണി. ഇവനും ഇത് തന്നെ തിന്നുന്ന മനുഷ്യൻ. കഴിച്ചിട്ട് വർഷങ്ങളാടാ, വല്ലതും തിന്നാൻ താടാ. നമുക്കിപ്പോൾ ഈസ്റ്റേൺ സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അടുത്ത സോംബിക്കുട്ടൻ ഇങ്ങോട്ട് കാണാ. അവന് ഒരു അടി മതിയാ. അയ്യേ, വർഷങ്ങളായിട്ടൊന്നും തിന്നില്ലല്ലേ, അതായിരിക്കും. നമുക്ക് ഇവിടെ അടുത്ത ക്യാമ്പ് ഫയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും കയറി ക്യാമ്പ് ചെയ്യണം. ഇത് മറ്റേ ബാക്ക് പാക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ബാക്ക് പാക്കും അപ്ഗ്രേഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഇലയും കല്ലും. കല്ലാണോ പേപ്പർ ഇല ഇതൊക്കെ കിട്ടും. പേപ്പർ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ഒരെണ്ണം എനിക്ക് മറ്റേ വേസ്റ്റ് കളക്ട് ചെയ്തപ്പോൾ കിട്ടിയതാണെന്ന് നോക്കട്ടെ. ഈ പേപ്പർ ഞാൻ എവിടെ പോയി നോക്കും. ഇതെന്തുവാ? റീഡ് ഏതോ ചത്തവൻ്റെ ശവം. ഈ സാധനം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കറക്കാൻ പറ്റും. കറകിയിട്ടൊന്നും ആവുന്ന പോലും ഇല്ല. ഒരു സോംബിക്കുട്ടൻ. അയ്യോ, സോംബിക്കുട്ടൻ എന്താ വന്നു? പോടാ നമുക്ക് പോവാതാ നല്ലത്. ഒരു അന്ധൻ നടന്നു പോകുന്നു. അവൻ എന്നെ കാണത്തില്ല. അവന് മാന്യതയുണ്ട്. അവൻ പിന്നീന്ന് ആക്രമിക്കത്തില്ല. 2 എണ്ണം കൂടെ കയറി വന്നിട്ടുണ്ട്. എന്നാലും ഇനി എന്തായാലും കൊന്നിട്ടേ ഉള്ളതാ. അയ്യോ, അതിപ്പോ ചാവുമല്ലോ. മാറിക്കോ. വാടാ നീ. പ്ലക്കി. ഇവിടെ ഒരു പട്ടിക്കൂട്. ഇൻവെസ്റ്റിഗേറ്റ്. 62,000 XP. പോസ് ഓഫ് ദി അപ്പോക്ലിപ്സ്. ലിവിങ് ഇൻ ദ വെള്ളി ലോൺലി. അപ്പോൾ നമ്മുടെ ഇവിടെ സോംബികളുടെ ഇവിടെ പട്ടികളും കാണും. പട്ടികളൊന്നും സോംബി ആയിരുന്നു. ഇവന്താ പിന്നെ സ്പോണായി. പിന്നെ ഇവിടെ കൊന്നപ്പോഴത്തേക്കും ഓക്കെ, നമ്മുടെ ബാഗിൻ്റെ കളക്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ആയി. നമുക്ക് ബാക്ക് പാക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ബാക്ക് പാക്ക് അപ്പോൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ലെവൽ 1 ക്രോബാർ, ലെവൽ 1 ബാക്ക് പാക്ക്. നമ്മളിപ്പോൾ തന്നെ പ്രോ പ്ലെയർ ആയിട്ടുണ്ട്. ഇനി വാടാ നീയൊക്കെ, ഇങ്ങോട്ട് വാടാ. ബാക്ക് പാക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അവന്മാർക്ക് 2 അടി മതിയല്ലോ. ഓൾ ടു ആക്ടിവേറ്റ്. ഇട്ടാണ് ഞാൻ ബാക്ക് പാക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തന്നെയാ. എനിക്കൊന്ന് അപ്പുറത്തെ വാതിൽ തുറക്കുമായിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈസ്റ്റേൺ സൈഡിലൊരു വാതിലുണ്ട് കേട്ടോ. മാപ്പ് ഫോർ കാർപ്പനോം ഏരിയ.
ഓ അപ്പൊ ഇതിട്ട മാപ്പ് കിട്ടും, അത്രേ ഉള്ളു. നമുക്കിവിടെ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി മാപ്പ് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. റിട്ടേൺ ടു ക്യാമ്പ് ഫയർ, ഇൻവെന്റ് ന്യൂ റെസിപ്പി, ന്യൂ ഇൻവെൻഷൻ, ത്രോയിങ് നൈഫ്സ്. ഓ എറിഞ്ഞു കൊല്ലാൻ പറ്റുവേ, അതുണ്ടാക്കാൻ പോയി. ത്രോയിങ് നൈഫ്സ്, പ്ലാസ്റ്റിക്, സ്ക്രാപ്പ് ഫാബ്രിക്, സ്ക്രാപ്പ് മെറ്റൽ. പ്ലാസ്റ്റിക് സുഖമായിട്ട് കിട്ടും, ബാക്കി രണ്ടും അതും കിട്ടും. നമ്പർ പിൽസ്, ചാവ ഉള്ള മരുന്ന് കേട്ടോ. 1 2 3 4 ഇത്രണ്ണം വരൂടാ. മതിയടാ ഞാൻ ഒരു പാവാടാ. ഹെൽത്ത് എല്ലാം പോയി, ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ തിരിച്ചു വരും. ആ പന്നികളും പക്ഷെ തിരിച്ചുണ്ടാകത്തില്ലേ, അതൊരു കുഴപ്പമാണ്. ഈ ടവറിനകത്ത് നിന്ന് നമുക്ക് ഗേറ്റും തുറക്കാൻ പറ്റും കേട്ടാ. പക്ഷെ ഇവിടെ ഒരു തടിയൻ നിൽപ്പുണ്ട്, ആ തടിയനെ കൊല്ലണമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളപ്പോ തടിയനെ കൊല്ലാൻ എത്തിയിട്ടുണ്ട്. ദ ഫോൾസ് ഗേറ്റ് കീപ്പർ. തടിയൻ നല്ല അവന്റെ വലിയ ആസനവും കാണിച്ച് നിൽക്കുകയാണ്. തടിയാ തിരിയടാ തടിയാ, ഞാൻ പറയുന്ന ആക്രമിക്കാറില്ല. We can't get past the gate with that large monster standing in the... അയ്യേ, ഇവൻ പേടിത്തൂറിയാണല്ലോ. ആ അകത്തൊരു പുള്ളി, എന്നാ നമുക്ക് ഇവനെ പോയി കൊല്ലായിരുന്നു. അയ്യോ ഓ, ഇവനെന്തോ ഒത്തിരി ഹൈ ഹെൽത്ത് കൂടുതലാണല്ലോ. എടാ അവന്റെ മുക്കാല് ഹെൽത്തും കൊണ്ടുപോയി, എന്നെയും കൊണ്ടുപോയി. എന്തുവാടാ ഇത്? ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നായിട്ട് വാടാ. എത്ര എണ്ണോടാ ഇത്? മാപ്പിലുള്ള മൊത്തം എന്റെ പുറയിലുണ്ടല്ലോ. എനിക്കിപ്പോ എന്തുവാ ചെയ്യണ്ടേന്ന് അറിയാൻ വയ്യ. അപ്പുറത്ത് പോയാൽ തടിയാൻ, ഇപ്പുറത്ത് വന്നാൽ കൊറേ സോംബികള്. ഞാൻ ഇനി എന്തോ വേണോന്ന് അവര് പറയുന്നേ. നമ്മളിതാ ഈ ഒരു സോംബി വീട്ടിനകത്ത് ഇവിടെ ഒരു റേഡിയോ ഉണ്ട്, ഞാൻ മാപ്പിൽ കണ്ടിട്ട് വന്നേ. ഇവിടുന്ന് വല്ലതും കിട്ടുമോ? അതും കിടന്ന് എന്താണ്ട് സംസാരിക്കുന്നു. ഇവിടെ ഒന്നും ഇല്ലല്ലേടാ. ഇതെന്തുവാടാ ഇത്? ഒന്നും പറഞ്ഞു തരത്തുമില്ല ഈ ഗെയിം. സിറാമിക്സ്, അത് മറ്റേ സാധനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എന്താ കുക്കിംഗ് ബോട്ട്. തക്കാളി കിട്ടി. ഇപ്പൊ 10-15 മിനിറ്റിലെ കഷ്ടപ്പാടിന് ശേഷം എൻ്റെ കയ്യിൽ ഇപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ട്. ത്രോയിങ് നൈഫ്സ് ഉണ്ടാക്കുക, എന്നിട്ട് വേണം അവന്മാരെ എല്ലാ എണ്ണത്തിനും എനിക്ക് എറിഞ്ഞിട്ടണം. ഞാൻ അവന്മാരെ ഇനി ഈ ഐലൻഡിൽ നിന്ന് ഓടിക്കും, നോക്കിക്കോ. ഇനി നമ്മുടെ കയ്യിൽ ത്രോയിങ് നൈഫ്സ് വന്നിട്ടുണ്ട്. വാടാ ഇങ്ങോട്ട്. വാടാടാ ഓട്ടോ ഇടാ. എടാ ഒരു വെടിയടാ, ലോങ് റേഞ്ചറാ, കിടിലോടാ. ഇത് കൊള്ളാലോ സാധനം. രാത്രി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വരെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നതാണ്, വരെ തീരുന്നില്ല. ഞാനിപ്പോ ചാവും, ഞാൻ ചത്തു. ഇപ്പൊ രാത്രിയായി. എന്തായാലും ഇനി എനിക്ക് കിടന്നുറങ്ങണം. ഇപ്പൊ നാളെ നോക്കാം ഇതിനകത്ത് ബാക്കി എന്തോ ചെയ്യണമെന്ന്. ഞാൻ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വരട്ട്. എനിക്ക് എവിടോട്ടാ പോകേണ്ടതെന്ന് മനസ്സിലായിരുന്നില്ല. എവിടെ പോയാലും അവന്മാരെ ഒന്ന് കൊല്ലുക. അപ്പൊ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ ഇനിയും വരും. ഈ ഗെയിമിന്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേര്. അപ്പൊ നാളെ നമുക്ക് വീണ്ടും കാണാം. ശരി, ബൈ.